Good morning. Good morning, Miss. Morning, ma'am. ഡീലിംഗ് വിത്ത് അപ്സെറ്റ് കസ്റ്റമേഴ്സ് വരെ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നേ. എല്ലാവരും വായിച്ചു നോക്കിയോ? റീഡ് ചെയ്തോ? പഠിച്ചു കഴിഞ്ഞോ? ഓക്കെ, റീഡ് ചെയ്തു. ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് കുറേ അധികം പോയിന്റ്സ് ആണ് കേട്ടോ. അതായത് റിപ്പീറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് വരുന്നുണ്ട് ചിലതില്. മെഡിക്കൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റിന്റെ മെയിൻ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ആണ് കുറച്ച് കൂടുതലായിട്ട് പറയാനായിട്ടുള്ളത്. അതിനു മുമ്പ് പല ഡെസ്കുകളെ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അതായത് റിസപ്ഷന്റെ ഭാഗമായിട്ട് പല ഡെസ്കുകളും പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. പല വിഭാഗങ്ങളായിട്ട് നമുക്ക് ഇൻഫോർമേഷൻ എൻക്വയറീസിനായാലും അതുപോലെ തന്നെ റിസപ്ഷൻ ഏരിയ ആയാലും അതുപോലെ തന്നെ മറ്റു പല ആവശ്യങ്ങൾക്കൊക്കെ ഓരോ ഏരിയകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രണ്ട് ഓഫീസിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നെക്സ്റ്റ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ കുറച്ചൊരു ബോറടി തോന്നും, പക്ഷെ എന്ത് ചെയ്യാൻ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ, റോൾ ഓഫ് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക്. അതായത് ഫ്രണ്ട് ഓഫീസിൽ പ്രവർത്തിക്കുന്ന ഒരു ഡെസ്ക് ആണ് എന്ത്, ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക് എന്ന് പറയുന്നത്. അതിന്റെ പ്രാധാന്യം എന്താണെന്നാണ് നമ്മൾ ഇവിടെ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സുകളൊക്കെ വരുമ്പോൾ ഞാൻ നിങ്ങളോട് സൈഡില് അണ്ടർലൈൻ ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾ അവിടെ നിന്ന് പോയിന്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഗ്രീറ്റ് ദ കോളർ വിത്ത് എ പോസിറ്റീവ് അപ്രോച്ചിങ് ആറ്റിറ്റ്യൂഡ്. അതായത് കോളറിനെ, അതായത് ഇപ്പോ ഫോണിലൂടെ വിളിക്കുന്ന കസ്റ്റമർ ആയാലും അല്ലെങ്കിൽ നേരിട്ട് വരുന്ന കസ്റ്റമർ ആയാലും അവരെന്ത് ചെയ്യുക, ഗ്രീറ്റ് ചെയ്യുക. ഒരു പോസിറ്റീവ് അപ്രോച്ചിങ് ആറ്റിറ്റ്യൂഡ് കൂടി എന്ത് ചെയ്യുക, അവരെ സമീപിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, റെസ്പോണ്ട് ഇൻസ്റ്റന്റ്ലി ടു ദയർ ക്വയറീസ്. അവർക്ക് എന്തെങ്കിലും അന്വേഷണങ്ങളുമായിട്ടാണ് രോഗി വരുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, റെസ്പോണ്ട് ചെയ്യുക. ഇൻസ്റ്റന്റ്ലി റെസ്പോണ്ട് ആണ്. ഒട്ടും റെസ്പോൺസിൽ പലപ്പോഴും പറ്റുന്ന ഒരു എന്താ പറയാ ഒരു പ്രശ്നമാണ് ഡിലേ വരുന്നത്. കുറച്ച് താമസിച്ചിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ പ്രതികരണം കൊടുക്കുന്നത്, റെസ്പോൺസ് ചെയ്യുന്നത് അല്ലെ. പക്ഷെ അങ്ങനെ ചെയ്യാനായിട്ട് പാടുള്ളതല്ല. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, പ്രതികരിക്കുക. എമർജൻസി ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡിലേ ചെയ്താൽ അവരുടെ ജീവൻ തന്നെ ആപത്തിലാവും അല്ലെ. അപ്പോ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഏത് പേഷ്യൻസിനോടായാലും അവർ വന്ന് ചോദിക്കുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, റെസ്പോണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദെൻ മൂന്നാമത്തെ പോയിന്റ്, നോ ദ നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. അതായത് ഒരു ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റിന്റെ എണ്ണം, എത്ര ഡിപ്പാർട്ട്മെന്റ്സ് ആ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അതിന്റെ എണ്ണം അറിയാനായിട്ട് ശ്രമിക്കുക. ഇതിന്റെ എണ്ണം എന്താണ്, അറിഞ്ഞിരിക്കണം. നമ്മൾ എത്ര എണ്ണമാണ്, എത്ര ഡിപ്പാർട്ട്മെന്റ് അവിടെ ഫങ്ഷനിങ് ആണെന്ന് ഉള്ളത് നമ്മൾ മെയിൻ ആയിട്ട് എന്ത് ചെയ്തിരിക്കണം, അറിഞ്ഞിരിക്കണം. ഓക്കെ, then fourth point, have a list of doctors and employees along with their numbers. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്കൊരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 3-4 ദിവസം നിങ്ങൾക്ക് തരുന്ന ഒരു ടാസ്ക് എന്ന് പറയുന്നത് ആ ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടർമാരുടെ പേരും അവരുടെ ഫോൺ നമ്പേഴ്സും അവർ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ മറ്റു ഡിപ്പാർട്ട്മെന്റിലെ സൂപ്പർവൈസർമാര്, മാനേജർമാര്, അവരുടെയൊക്കെ നമ്പർ എന്ത് ചെയ്യും, ഒരു പ്രിന്റ് ഔട്ട് തരും. ഒരു 10-15 പേജുള്ള ഒരു പ്രിന്റ് ഔട്ട് നിങ്ങളുടെ കയ്യിൽ തരും. എന്നിട്ട് അത് പഠിക്കാനായിട്ട് പറയും. ഇതാണ് നിങ്ങൾക്ക് ആദ്യം അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു ജോലി എന്ന് പറയുന്നത്. കാരണം ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് നമ്മൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം അല്ലെ. ഏതൊക്കെ ഡോക്ടറാണ്, റിസപ്ഷൻ ഏരിയയിലാണെങ്കിൽ പ്രത്യേകിച്ചും പേഷ്യൻസ് വന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ ബബ്ബ അടിക്കാനായിട്ട് പാടില്ല. കാരണം ഏത് ഡോക്ടറാണ്, ഇന്ന ഡോക്ടർ ഉണ്ടോ, അല്ലെങ്കിൽ ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ ഏത് ഡോക്ടറാണ് ഉള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേഷ്യൻസ് വന്ന് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് റിപ്ലൈ പറയാനായിട്ട് ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, എംപ്ലോയീസ്, അതായത് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളായാലും ഡോക്ടർമാരായാലും അവരുടെ പേരുകളും നമ്പറുകളൊക്കെ എന്താണ് അറിഞ്ഞിരിക്കാനായിട്ട് ശ്രമിക്കണം.
The next point, should never be haughty while receiving a call. ഒരു കോൾ എടുക്കുമ്പോൾ അഹങ്കാരത്തോടു കൂടി എന്ത് ചെയ്യാൻ പാടില്ല, പ്രതികരിക്കാനായിട്ട് പാടില്ല. ഓക്കെ, അഹങ്കാരം പാടില്ല. സംസാരിക്കുമ്പോൾ അഹങ്കാരത്തിന്റെ രീതിയിൽ എന്ത് ചെയ്യരുത്, പേഷ്യൻസിനോട് റെസ്പോണ്ട് ചെയ്യരുത്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ്, optimize patient satisfaction, provide time and treatment room utilization by scheduling appointments in person or by telephone. അതായത് രോഗികളുടെ സംതൃപ്തി, അവർക്കുള്ള ചികിത്സാ സൗകര്യങ്ങൾ എന്നിവ ഇൻഡിവിജ്വൽ ആയോ അല്ലെങ്കിൽ ടെലിഫോണിലൂടെയോ ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് അപ്പോയിന്റ്മെന്റ്സ് ക്രമീകരിക്കുന്നു. അതായത് രോഗികളുടെ സാറ്റിസ്ഫാക്ഷൻ കൂട്ടാനും അവർക്കുള്ള മെഡിക്കൽ ഫെസിലിറ്റി ഇംപ്രൂവ് ചെയ്യിക്കാനും വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയോ പേഷ്യന്റ് ഡയറക്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ ഫോണിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പേഷ്യൻസിന് എന്ത് ചെയ്യുന്നുണ്ട്, അപ്പോയിന്റ്മെന്റ് ക്രമീകരിച്ച് നൽകുന്നുണ്ട്. അപ്പൊ ഇത്രയുമാണ് എന്ത്, ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്കിന്റെ റോൾ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ, ക്ലിയർ. രണ്ടാമത്തെ ഡെസ്ക് ആണ് റോൾ ഓഫ് ഹെൽത്ത് ചെക്ക് ഡെസ്ക്. നമുക്ക് നോക്കാം എന്താണ് റോൾ ഓഫ് ഹെൽത്ത് ചെക്ക് ഡെസ്കിന്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. അതായത് ഹെൽത്ത് ചെക്കപ്പിന് വേണ്ടിയുള്ള വിഭാഗം ആണെന്ത്, ഈ ഒരു ഹെൽത്ത് ചെക്ക് ഡെസ്ക് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ആളുകൾക്ക് വരുന്ന പേഷ്യൻസിന് ഹെൽത്ത് ചെക്കപ്പ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ സഹായിക്കുന്ന, അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എന്താ പറയാ പ്രത്യേക ഒരു ഡെസ്ക് ആണെന്ത്, ഹെൽത്ത് ചെക്ക് ഡെസ്ക് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് വൺ, പ്രൊവൈഡ് അസിസ്റ്റൻസ് ആൻഡ് ഫെസിലിറ്റേറ്റ് കസ്റ്റമർ. കസ്റ്റമറിന് സഹായവും സൗകര്യവും നൽകുക. ഓക്കെ, കസ്റ്റമറിന് എന്ത് നൽകണം, സഹായവും സൗകര്യവും ചെയ്തു കൊടുക്കുക. രണ്ടാമത്തെ പോയിന്റ്, ഹാൻഡ്ലിംഗ് കോർപ്പറേറ്റ് വർക്ക് ഇൻക്വയറീസ്. അന്വേഷണങ്ങൾ നടത്തുക. കസ്റ്റമർ എന്തെങ്കിലും പ്രോബ്ലം ആയിട്ട് ഈ ഒരു ഹെൽത്ത് ചെക്ക് ഡെസ്കിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തി അവർക്ക് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുക. ദെൻ മൂന്നാമത്തെ പോയിന്റ്, അപ്പോയിന്റ്മെന്റ് ആൻഡ് ഷെഡ്യൂളിംഗ് ഓഫ് ഹെൽത്ത് ചെക്കപ്പ്. അതായത് ഹെൽത്ത് ചെക്കപ്പുകൾക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കുകയും ഷെഡ്യൂൾ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, ഹെൽത്ത് ചെക്കപ്പുകൾക്ക് എന്ത് ചെയ്യണം, അപ്പോയിന്റ്മെന്റ് എടുക്കണം. കൂടാതെ ഹെൽത്ത് ചെക്കപ്പുകൾ ഷെഡ്യൂൾ ചെയ്യണം. ഇപ്പോ ഒരാളിപ്പോ ഒരു MRI ആയിട്ട് വന്നെന്ന് വിചാരിക്കാം. ഡോക്ടർ ആണ് എഴുതി കൊടുത്തിരിക്കുന്നത് MRI ചെയ്യാനായിട്ട്. ഇപ്പൊ ഹെൽത്ത് ചെക്ക് ഡെസ്കിന്റെ സഹായമാണ് തേടുക. അതായത് ഏത് സമയമാണ് MRI ചെയ്യുന്ന ഡോക്ടർ അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്, എപ്പോഴാണ് ആ ഡോക്ടർ വരുന്നത്, എന്തൊക്കെയാണ് MRI ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ട നടപടികൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഈ ഹെൽത്ത് ചെക്ക് ഡെസ്കിന്റെ അടുത്താണ് ചെല്ലേണ്ടത്. അതുകൂടാതെ അവരാണ് ഈ ഹെൽത്ത് ചെക്കപ്പിന് വേണ്ടിയുള്ള അപ്പോയിന്റ്മെന്റുകൾ എടുക്കുന്നത്. ഇപ്പൊ ഒരു പേഷ്യന്റ് മാത്രമല്ല, പല പേഷ്യൻസും MRI എടുക്കാനായിട്ട് ക്യൂയിൽ ഉണ്ടാവും അല്ലെ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സുകളൊക്കെ ക്രമീകരിക്കുന്നത് ആരാണ്, ഹെൽത്ത് ചെക്ക് ഡെസ്ക് ആണ്. ഓക്കെ, നാലാമത്തെ പോയിന്റ്, കോർഡിനേറ്റിംഗ് വിത്ത് കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റ്. അതായത് ബന്ധപ്പെട്ട വകുപ്പുകളുമായി കോർഡിനേറ്റ് ചെയ്യുക. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, MRI എടുക്കാനായിട്ട് ഒരു ഡോക്ടറാണ് പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുക, അതായത് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ, ആ ഒരു സ്കാൻ MRI ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു വകുപ്പ്, അതായത് ആ ഡോക്ടർ ഏത് വകുപ്പിലാണുള്ളത് അതുമായിട്ട് എന്ത് വേണം, കോണ്ടാക്ട് വേണം അല്ലെ. അപ്പൊ ആ ബന്ധപ്പെട്ട വകുപ്പുമായിട്ട് എന്ത് ചെയ്യണം, ബന്ധം നിലനിർത്തണം. ഓക്കെ, then last one, dispatch of report after health checkup. എന്താ പറയുന്നേ, ആരോഗ്യ പരിശോധനയ്ക്ക് ശേഷം റിപ്പോർട്ട് അയക്കുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞ MRIയുടെ കാര്യം പറഞ്ഞല്ലേ, ഈ MRI എടുത്തതിന് ശേഷം അതിന്റെ റിസൾട്ട് എന്ത് ചെയ്യുന്നു, ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിലേക്ക് അയക്കുന്നു. ചില ഇതില് പേഷ്യൻസിന് നേരിട്ട് എന്ത് ചെയ്യാം, ഇത് കൊടുത്തേക്കാം, അതായത് MRIയുടെ റിസൾട്ട് കൊടുത്തേക്കാം. ചില കേസസിലാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ആ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് അയക്കുക. വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്തതിന് ശേഷം ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് പാസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഹെൽത്ത് ചെക്ക് ഡെസ്കിന്റെ റെസ്പോൺസിബിലിറ്റി, അവരുടെ റോൾ എന്ന് പറയുന്നത് പ്രൊവൈഡ് അസിസ്റ്റൻസ് ആൻഡ് ഫെസിലിറ്റേറ്റ് കസ്റ്റമർ, ഹാൻഡ്ലിംഗ് കോർപ്പറേറ്റ് വർക്ക് ഇൻക്വയറീസ്, appointment and scheduling of health checkup, coordinating with the concerned department, dispatch of report after health checkup. Clear ആണോ?
അന്വേഷണങ്ങൾക്ക് മറുപടി പറയുക, എന്തെങ്കിലും അല്ലെങ്കിൽ അന്വേഷണങ്ങൾ നടത്തുക. ഇപ്പൊ ഒരു രോഗി എന്തെങ്കിലും പ്രോബ്ലവുമായിട്ട് ഹെൽത്ത് ചെക്ക് ഡെസ്കിന്റെ അടുത്ത് സമീപിച്ചാല് അതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ അടുത്ത് എന്ത് ചെയ്യാം, അന്വേഷിച്ചിട്ട് സൊല്യൂഷൻ കൊടുക്കുക. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്ലിയർ ആണോ? അടുത്തത് റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക് ആണ് കേട്ടോ. അടുത്ത ഡെസ്ക് എന്ന് പറഞ്ഞാൽ കുറെ ഡെസ്കുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. 3 ഡെസ്കുകളാണ് ഉള്ളത്. അതിനകത്ത് 3ാമത്തെ ഡെസ്ക് ആണ് റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക്. ഓക്കെ, പേഷ്യന്റ് പ്രധാനമായിട്ടും റിപ്പോർട്ട് കൊടുക്കുന്ന ഒരു ജോലിയാണ് അവർക്കുള്ളത് കേട്ടോ. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഫസ്റ്റ് വൺ, സ്റ്റോറേജ് ഓഫ് റിപ്പോർട്ട്സ് റിസീവ്ഡ് ഫ്രം വേരിയസ് ഡിപ്പാർട്ട്മെന്റ്. വിവിധ വകുപ്പുകളിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടുകൾ കളക്ട് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പൊ പേഷ്യന്റിന്റേതായിട്ട് പല റിപ്പോർട്ടുകൾ ഉണ്ടാവും അല്ലെ. ലാബ് ടെസ്റ്റ് റിസൾട്ടുകൾ ഉണ്ടാവും, എക്സ്റേയുടെ റിസൾട്ടുകൾ ഉണ്ടാവും, അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അതെന്ത് ചെയ്ത് വെക്കുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട റിസൾട്ടുകൾ എഴുതിയിട്ടുള്ള ഒരു ഫയല് അല്ലെങ്കിൽ അതിന്റെ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, ദെൻ രണ്ടാമത്തെ പോയിന്റ്, പ്രൊവൈഡ്സ് റിപ്പോർട്ട്സ് ഓൺ ദ ടൈം ടു ദ ക്ലയന്റ്. അതായത് റിപ്പോർട്ട് എപ്പോഴാണ് മേടിക്കാൻ വരേണ്ടത് എന്നുള്ള ഒരു സമയം ക്ലയന്റിന് കൊടുക്കുന്നു. ക്ലയന്റിന് സമയത്തെ കുറിച്ച് റിപ്പോർട്ട് കൊടുക്കുന്നു. ഇപ്പൊ രാവിലെയാണ് MRI എടുത്തതെങ്കിൽ വൈകുന്നേരം ആയിരിക്കും ചിലപ്പോൾ അതിന്റെ റിപ്പോർട്ട് കിട്ടുന്നത് അല്ലെ. അപ്പൊ വൈകുന്നേരം ഒരു 4 മണി 5 മണിയൊക്കെ ആണെങ്കിൽ ആ ഒരു സമയം, കൃത്യമായിട്ടൊരു സമയം, ഒരു 4 മണിക്ക് വരാൻ പറയുകയോ 5 മണിക്ക് വരാൻ പറയുകയോ ചെയ്യുന്നു ആരോട്, ക്ലയന്റിനോട്. അതാണ് സമയത്തെ കുറിച്ചുള്ള റിപ്പോർട്ട് കൊടുക്കുന്നു എന്ന് പറയുന്നത് കേട്ടോ. Then മൂന്നാമത്തെ പോയിന്റ്, മെയിൻറ്റെയിനിങ് റെക്കോർഡ് ഓഫ് ദ റിപ്പോർട്ട്സ് റിസീവ്ഡ് ആൻഡ് ഹാൻഡഡ് ഓവർ. ലഭിച്ച റിപ്പോർട്ടുകളുടെ റെക്കോർഡ് സൂക്ഷിക്കുകയും കൈമാറുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോ പല ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇവര് കളക്ട് ചെയ്യുന്നുണ്ട്, റിപ്പോർട്ട്സ് എന്ത് ചെയ്യുന്നുണ്ട്, കളക്ട് ചെയ്യുന്നുണ്ട്. ആ കളക്ട് ചെയ്യുന്ന റിപ്പോർട്ട്സുകൾ ഒന്നില്ലെങ്കിൽ അവിടെ തന്നെ കളക്ട് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ പേഷ്യന്റ് വരുമ്പോൾ പേഷ്യന്റിന് ഹാൻഡ് ഓവർ ചെയ്യാം. ഓക്കെ, അപ്പൊ പല ഡിപ്പാർട്ട്മെന്റുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, വിവരങ്ങള് കളക്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ ചില സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പല ഡിപ്പാർട്ട്മെന്റിലോട്ട് ഈ വിവരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പാസ് ചെയ്യുന്നുണ്ട്, സെൻഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ പേഷ്യന്റിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ റിപ്പോർട്ടുകൾ കൊടുത്തു വിടുന്നുണ്ട്. അപ്പോ റിപ്പോർട്ടുകളുടെ കളക്ഷനും അതുപോലെ തന്നെ അതിന്റെ സെൻഡിങ്ങും അല്ലെങ്കിൽ അതിന്റെ പാസിങ്ങും അല്ലെങ്കിൽ ഹാൻഡഡ് ഓവർ ടു ദ പേഷ്യന്റ് കൊടുത്തു വിടുന്നതൊക്കെ ആരുടെ ജോലിയായിട്ടാണ് വരിക, റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്കിന്റെ ജോലിയായിട്ടാണ് വരിക. ഓക്കെ, 3 പോയിന്റ് ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചു മാത്രം പോയാൽ മതി കേട്ടോ. അത്രയധികം ഇമ്പോർട്ടന്റ് ഉള്ളതല്ല, ജസ്റ്റ് വായിച്ചു മാത്രം പോയാൽ മതി. ദെൻ അടുത്ത ടൈമിംഗ് ആണ് കേട്ടോ. ടൈമിംഗ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ടൈം എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. അതിനകത്ത് ഫസ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം. The front office provides patient care round the clock 24 hours service. ഒരു ഫ്രണ്ട് ഓഫീസ് എന്താണ്, 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു ഏരിയയാണ്. രോഗി പരിചരണം അവര് ഫ്രണ്ട് ഓഫീസ് കൊടുക്കുന്നത് 24 മണിക്കൂറുമാണെന്നാണ് പറയുന്നത് കേട്ടോ. The staff works in 3 shifts. സ്റ്റാഫുകൾ അവിടെ വർക്ക് ചെയ്യുന്നത് 3 ഷിഫ്റ്റുകളിലായിട്ടാണ്. ഓക്കെ, 3 ഷിഫ്റ്റുകളിലാണ് 24 മണിക്കൂർ പ്രവർത്തിക്കുന്നു. അപ്പോ ഡ്യൂട്ടി എത്ര സമയം വരിക, ഒന്ന് കമന്റ് ചെയ്തേ. ഒരു ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിന്റെ ഡ്യൂട്ടി എത്ര അവറാ വരിക, എത്ര സമയം വരിക? 8 മണിക്കൂർ അല്ലെ. 8 ഷിഫ്റ്റുകളിലായിട്ടാണ്, അല്ല സോറി, 8 മണിക്കൂർ 3 ഷിഫ്റ്റുകളിലായിട്ട് പ്രവർത്തിക്കും കേട്ടോ. 3 ഷിഫ്റ്റുകളാണ് കേട്ടോ. ഓക്കെ, 24 ഡിവൈഡഡ് ബൈ 8 അല്ലെ, എത്രയാ വരിക? എത്രയാ വരിക? 24 ഡിവൈഡഡ് ബൈ 8 3 അല്ലേ. 3 ഷിഫ്റ്റുകളിലായിട്ടാണ് പ്രവർത്തിക്കുക കേട്ടോ ഈ ഒരു ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് എന്ന് പറയുന്നത്. ഇപ്പൊ രാവിലെ 7 മണിക്കാണ് ഡ്യൂട്ടി തുടങ്ങുന്നതെങ്കിൽ എത്ര മണിക്കാണ് ആളുടെ ഡ്യൂട്ടി അവസാനിക്കുക? രാവിലെ 7 മണിക്ക് ഡ്യൂട്ടി തുടങ്ങിയാൽ എത്ര മണിക്ക് അവസാനിക്കും? കമന്റ് ചെയ്തേ. 3 മണിക്ക് അല്ലേ. ഓക്കെ, 3 മണിക്ക് ക്ലോസ് ചെയ്യോ? ഒരിക്കലും ഇല്ല അല്ലെ. നെക്സ്റ്റ് പേഴ്സണിൽ എന്ത് ചെയ്യും? ഹാൻഡ് ഓവർ ചെയ്യും അല്ലെ.
അപ്പൊ ആളുടെ ഡ്യൂട്ടി തുടങ്ങുന്നത് 3 മണിക്കാണെങ്കിൽ എത്ര മണിക്കായിരിക്കും പിന്നീട് അവസാനിക്കുന്നത്? എത്ര മണിക്ക് അവസാനിക്കും? 3 മണിക്ക് തുടങ്ങിയാല് രാത്രി 11 മണിക്ക് അവസാനിക്കും. ഷിഫ്റ്റ് രാത്രി 11 മണിക്ക് തീരും. ദെൻ 11 മണിക്ക് തുടങ്ങിയാല് പിന്നെ എപ്പോഴാണ് അവസാനിക്കുക? 11 മണിക്ക് തുടങ്ങി പിന്നെ എപ്പോ അവസാനിക്കും? നെക്സ്റ്റ് ഡേ അല്ലേ? അതായത് അടുത്ത ദിവസം രാവിലെ 7 മണിക്ക് അവസാനിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ഷിഫ്റ്റ് അറൗണ്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് സൈഡിൽ ഒന്ന് കുറിച്ച് വെക്കാൻ ഇമ്പോർട്ടന്റ് കേട്ടോ. 8 മണിക്കൂർ പ്രവർത്തിക്കും കേട്ടോ ഒരു ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ്. ഓക്കെ, the next one, hospital front desk executive or OR hospital receptionist. OR hospital receptionist. A hospital front office executive is a person who works in the hospital front office and manage various tasks. ഒരു ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് അയാള് വർക്ക് ചെയ്യുന്നത് ഫ്രണ്ട് ഓഫീസിലാണ്. ധാരാളം കാര്യങ്ങൾ ഫ്രണ്ട് ഓഫീസിലെ തന്നെ ധാരാളം കാര്യങ്ങൾ മാനേജ് ചെയ്യുകയും വേരിയസ് ടാസ്ക് അറ്റൻഡ് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഫ്രണ്ട് ഓഫീസിലെ കാര്യങ്ങളെ മാനേജ് ചെയ്യുന്നു, അവിടെ നടക്കുന്ന പല ടാസ്കുകളും കൈകാര്യം ചെയ്യുന്നതും ആര് തന്നെയാണ്? ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ആണ്. ഓക്കെ, then he or she is responsible for basic clerical tasks such as answering phone, greeting patient and visitors, and scheduling appointments in professional and timely manner. Most medical receptionists work in a physician office, dentist office, hospital or another medical facility. അതായത് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ മെയിൽ ആകാം അല്ലെങ്കിൽ ഫീമെയിൽ ആകാം, ആർക്കും ആവാം കേട്ടോ. ഒരു എന്താ പറയാ വ്യത്യാസമൊന്നുമില്ല. ഈ ഷീ നമ്മുടെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അവര് പല ക്ലറിക്കൽ ടാസ്കുകളും ചെയ്യുന്നുണ്ട്. ക്ലറിക്കൽ ടാസ്കുകൾ എന്ന് പറയുന്നത് ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യുക, ആൻസറിങ് ഫോൺ കോൾസ്, ഗ്രീറ്റിംഗ് പേഷ്യൻസിനെ വെൽക്കം ചെയ്യുക, അതുപോലെ വിസിറ്റേഴ്സിനെ വെൽക്കം ചെയ്യുക, അപ്പോയിന്റ്മെന്റ്സ് ഷെഡ്യൂൾ ചെയ്യുക. ദെൻ അതുപോലെ തന്നെ ഈ മെഡിക്കൽ സ്റ്റാഫുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫിസീഷ്യന്റെ ഓഫീസിലോ അല്ലെങ്കിൽ ഒരു ഡെന്റിസ്റ്റിന്റെ ഓഫീസിലോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഫെസിലിറ്റിയിലോ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് ഈ റിസപ്ഷനിസ്റ്റിനെ കാണാനായിട്ട് സാധിക്കുന്നത് ഫിസീഷ്യന്റെ ഓഫീസിൽ കാണാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഡെന്റിസ്റ്റിന്റെ ഓഫീസിൽ കാണാനായിട്ട് സാധിക്കും, അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ കാണാനായിട്ട് സാധിക്കും, അനദർ മെഡിക്കൽ ഫെസിലിറ്റിയിൽ കാണാനായിട്ട് സാധിക്കും. ഈ ഫിസീഷ്യൻ ഓഫീസ് എന്നൊക്കെ പറയുന്നത് പ്രൈവറ്റ് ആയിട്ട് ഡോക്ടേഴ്സ് നോക്കുന്ന ഇടമാണ് കേട്ടോ. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പൊ അവരെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഒരാളുണ്ടാവും. അദ്ദേഹത്തെ നമ്മൾ എന്ത് തന്നെയാ വിളിക്കുന്നത്? റിസപ്ഷനിസ്റ്റ് തന്നെയാ വിളിക്കുന്നത്. കാരണം എന്താ? ആ ഒരു ഡോക്ടറിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവിടെ വരുന്ന പേഷ്യൻസിന്റെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത് അവിടെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്ന ഒരാളായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ ഒരു പല്ലാശുപത്രിയില് പല്ലിന്റെ ഒരു ക്ലിനിക്കിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു റിസപ്ഷനിസ്റ്റ് അവിടെ ഉണ്ടാവും. അവരെ നമ്മൾ എന്ത് ചെയ്യാം? ഈ ഒരു പേര് തന്നെയാണ് വിളിക്കുന്നത്. അതുപോലെ ഹോസ്പിറ്റലിലും മറ്റു മെഡിക്കൽ ഫെസിലിറ്റിയിലും ഒക്കെ റിസപ്ഷനിസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഒരു പാരഗ്രാഫ് ആണ്. ഇൻ സ്മോളർ ഓഫീസസ് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് വിൽ ബി റെസ്പോൺസിബിൾ ഫോർ ബോത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ക്ലിനിക്കൽ ഡ്യൂട്ടീസ്. In largest office, they may only be responsible for administrative or clerical duties. The position is referred to as a medical office assistant, medical assistant, receptionist, or healthcare administrative profession. അതായത് ഇവിടെ സ്മോളർ ഓഫീസ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെറിയ ചെറിയ ഹോസ്പിറ്റലുകളില് മെഡിക്കൽ റിസപ്ഷനിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ബോത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ക്ലിനിക്കൽ ഡ്യൂട്ടീസ് ആണ്. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസും വരുന്നുണ്ട്, അതുപോലെ തന്നെ ക്ലിനിക്കൽ ഡ്യൂട്ടീസും അവിടെ വരുന്നുണ്ട്. ഓക്കെ, അതായത് ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ നിങ്ങളുടെ വീടിന്റെ അടുത്തായിട്ട് ഒരു ചെറിയ, അതായത് എല്ലാവരുടെ വീടിന്റെ അടുത്തൊക്കെ ചെറിയ ചെറിയ ക്ലിനിക്കുകൾ ഉണ്ടാവില്ലേ? ഓക്കെ, ക്ലിനിക്കില് എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് നമ്മൾ പോകുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ചുമയോ അല്ലെങ്കിൽ തുമ്മലോ ചെറിയൊരു പനിയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തൊട്ടടുത്തുള്ള ക്ലിനിക്കിലാ പോവുക. ഓക്കെ, അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മുടെ ഫയൽ എടുത്തു തരുന്നത് അല്ലെങ്കിൽ നമ്മുടെ ചീട്ട് എടുത്തു തരുന്നത് അവിടെ നിൽക്കുന്ന ഒരു റിസപ്ഷനിസ്റ്റ് ആയിരിക്കും. ഓക്കെ, പക്ഷെ ഈ റിസപ്ഷനിസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ജോലി മാത്രമല്ല, പകരം നമ്മളെ
ഡോക്ടറുടെ റൂമിലേക്ക് ആനയിക്കുന്നതും, അതുപോലെ തന്നെ കൺസൾട്ടേഷന് ശേഷം നമുക്ക് എന്തെങ്കിലും ഇഞ്ചക്ഷൻ എടുക്കാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റ് എന്തെങ്കിലും എഴുതി തന്നാലൊക്കെ ബ്ലഡ് ടെസ്റ്റിന് ആ ഒരു ബ്ലഡ് ഒക്കെ എടുക്കുന്നതും അതുപോലെ തന്നെ ഡ്രിപ്പ് ഇടുന്നതും ഒക്കെ ആര് തന്നെയാണ്? ഈ ഒരു റിസപ്ഷനിസ്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോ ചെറിയ ഓഫീസുകളിൽ അതിന് വേണ്ടിയിട്ട് കുറെ ആളുകളെ നിർത്തിയില്ല, ക്ലിനിക്കുകളിലൊക്കെ കുറെ ആളുകളൊന്നും നിർത്തിയില്ല. പകരം ചെറിയ ക്ലിനിക്കൊക്കെ ആണെങ്കിൽ ഒരാളെ ഉണ്ടാവുള്ളൂ. ആ ആള് തന്നെയാണ് അവിടുത്തെ ക്ലിനിക്കൽ ഡ്യൂട്ടീസ് ചെയ്യുന്നത്. അതായത് ഇഞ്ചക്ഷൻ ഉൾപ്പെടെ എടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങള്, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസ്, ഫയൽ എടുക്കുന്നത്, ഫോൺ എടുക്കുന്നത് തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആ ഒരു വ്യക്തി തന്നെ ആയിരിക്കും. ഓക്കെ. മെഡിസിൻ തരുന്നതും എല്ലാനും അവര് തന്നെയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോ, അല്ലെ? ക്ലിനിക്കുകളിലൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങള്? ഒന്ന് കമന്റ് ചെയ്തേ. എത്ര പേര് കണ്ടിട്ടുണ്ട് എല്ലാത്തരം ജോലിയും ചെയ്യുന്ന റിസപ്ഷനിസ്റ്റിനെ? എല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലെ? ഓക്കെ. അപ്പോ സ്മോളർ ഓഫീസിൽ അവർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടി ഉണ്ട്, കൂടാതെ ക്ലിനിക്കൽ ഡ്യൂട്ടിയും ഉണ്ട്. ഓക്കെ. ദെൻ അതുപോലെ തന്നെ ഇവിടെ വേറൊരു കാര്യം പറയുന്നത്, ലാർജസ് ഓഫീസ്, അതായത് വലിയ വലിയ ഹോസ്പിറ്റലുകളിലാണെങ്കിൽ ഇവർക്ക് പക്ഷേ അഡ്മിനിസ്ട്രേറ്റീവ് ഓർ ക്ലറിക്കൽ ഡ്യൂട്ടീസ് മാത്രമേ ഉള്ളൂ. അതായത് ആളുകളെ വെൽക്കം ചെയ്യുക, ഫോൺ കോൾ സെറ്റിംഗ് ചെയ്യുക, അപ്പോയിന്റ്മെന്റ്സ് ഷെഡ്യൂൾ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് വലിയ ഹോസ്പിറ്റലിൽ റിസപ്ഷനിസ്റ്റ് ഉണ്ടാവുക. അവിടെ ഇഞ്ചക്ഷൻ എടുക്കാനും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും അതിനൊക്കെ എന്താണ് വേറെ ചില, അതായത് നഴ്സുമാരും ഫാർമസിസ്റ്റ് അങ്ങനെയുള്ള ധാരാളം സ്റ്റാഫുകൾ വേറെയും വർക്കിംഗ് ആണ്. ഓക്കെ. അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. ഇനി ഈ ഒരു ഹോസ്പിറ്റൽ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റിനെ നമുക്ക് പല പേരുകളിൽ വിളിക്കാം. എന്തൊക്കെയാണ്? മെഡിക്കൽ ഓഫീസ് അസിസ്റ്റന്റ് എന്ന് വിളിക്കാം അവരെ, മെഡിക്കൽ അസിസ്റ്റന്റ് എന്ന് വിളിക്കാം, റിസപ്ഷനിസ്റ്റ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷൻ എന്നും കൂടി എന്ത് ചെയ്യാം? വിളിക്കാം. അപ്പൊ 4 പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്: മെഡിക്കൽ ഓഫീസ് അസിസ്റ്റന്റ്, ദെൻ മെഡിക്കൽ അസിസ്റ്റന്റ്, ദെൻ റിസപ്ഷനിസ്റ്റ്, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷൻ. ഈ 4 പോയിന്റ് എന്ത് ചെയ്യാം? ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക കേട്ടോ. ഓക്കെ. കൂടാതെ മനസ്സിലാക്കി വെക്കുക, ചെറിയ ഓഫീസുകളിൽ എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് അവർ ചെയ്യുന്നത്? കമന്റ് ചെയ്തേ വേഗം. എന്തൊക്കെ ഡ്യൂട്ടീസ് ചെയ്യുന്ന ചെറിയ ഓഫീസുകളിൽ അല്ലെങ്കിൽ ചെറിയ ഹോസ്പിറ്റലുകളിൽ എന്തൊക്കെ ഡ്യൂട്ടീസ് ചെയ്യുന്നുണ്ട്? കമന്റ് ചെയ്തേ വേഗം. എന്തൊക്കെ ഡ്യൂട്ടീസ് ചെയ്യുന്നത് ചെറിയ ഹോസ്പിറ്റലുകളാണെങ്കിൽ? ബോത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ക്ലിനിക്കൽ ഡ്യൂട്ടീസ് കേട്ടോ. ഓക്കെ. ഇനി വലിയ ഹോസ്പിറ്റലാണെങ്കിലോ? വലിയ ഹോസ്പിറ്റലാണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓർ ക്ലറിക്കൽ ഡ്യൂട്ടീസ് അതാണ് വരിക കേട്ടോ. ഓക്കെ. വ്യത്യാസം മനസ്സിലായില്ലേ? ഈ പറയണ്ടല്ലോ, ക്ലിയർ അല്ലേ? നമുക്ക് നേരെ മെയിൻ ജോബ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിലേക്ക് പോവാം കേട്ടോ. മെയിൻ ജോബ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, അതായത് അവർക്ക് വരുന്ന ചുമതലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് വെൽക്കംസ് ആൻഡ് ഗ്രീറ്റ്സ് ഓൾ പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ് പേഴ്സണലി ഓർ ഓവർ ദ ഫോൺ. ഓക്കെ. Okay, welcome and greets all patients and visitors personally or over the phone. എല്ലാ രോഗികളെയും സന്ദർശകരെയും നേരിട്ടോ ഫോണിലൂടെയോ വെൽക്കം ചെയ്യുന്നു അഥവാ ഗ്രീറ്റ് ചെയ്യുന്നു. അതാണ് ആദ്യത്തെ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് കേട്ടോ. പേഷ്യന്റ് വരുമ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഗ്രീറ്റ് ചെയ്യുന്നുണ്ട്. അവരോട് എന്ത് ചെയ്യുന്നുണ്ട്? അല്ലെങ്കിൽ ഫോണിലൂടെ ആണെങ്കിലും ഡയറക്റ്റ് ആണെങ്കിലും അവരോട് മാന്യമായ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ബിഹേവ് ചെയ്യുന്നുണ്ട്. ഓക്കെ. രണ്ടാമത്തെ പോയിന്റ്, the receptionist, even if you can verbally greet the patient, getting eye contact with them lets them know you are aware of their presence and will get to them as soon as possible. ഒരു റിസപ്ഷനിസ്റ്റിന് വെർബലി ഒരു രോഗിയെ ഗ്രീറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഐ കോണ്ടാക്റ്റിലൂടെ അവരോട് ഇന്ററാക്ട് ചെയ്യണം. ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നതിലൂടെ അവരുടെ സാന്നിധ്യത്തെ കുറിച്ച് നിങ്ങൾക്കറിയാമെന്നുള്ളൊരു ബോധ്യം വരും. ഇപ്പൊ സംസാരിക്കാൻ പറ്റാത്ത പേഷ്യൻസ് വരാം അല്ലെ, മെഡിക്കൽ റിസപ്ഷനിൽ എന്ത് വരാം? സംസാരിക്കാൻ പറ്റാത്ത പേഷ്യൻസ് വരാം. അവർക്ക് വെർബലി, അതായത് വാക്കാൽ അവർക്കൊന്നും പറയാനായിട്ട് സാധിക്കില്ല. ഇപ്പൊ അവരോട് റിസപ്ഷനിസ്റ്റ് എന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ ഐ കോണ്ടാക്ട് ആയിരിക്കും എന്ത് ചെയ്യേണ്ടത്? കീപ്പ് ചെയ്യേണ്ടത്.
ഓക്കെ, ഒരു ആക്ഷൻസ് ഒക്കെ കാണിക്കുകയാണെങ്കിൽ വ്യക്തമായിട്ട് ഐ കോണ്ടാക്ടിലൂടെ തന്നെ എന്ത് ചെയ്യാം, തിരിച്ചും എന്ത് ചെയ്യാം, നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് വെച്ചാല് പേഷ്യന്റിന് അല്ലെങ്കിൽ കസ്റ്റമറിന് തോന്നും അവരുടെ പ്രസൻസ് നിങ്ങൾക്ക് അറിയാമെന്ന്, അല്ലെങ്കിൽ അവരെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവർക്ക് ഒരു തോന്നൽ ഉണ്ടാവും, അറ്റൻഷൻ കിട്ടുന്നുണ്ടെന്ന്. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഞാൻ മൂന്നാമത്തെ പോയിന്റ്, റെസ്പോണ്ട് ടു എൻക്വയറീസ് ബൈ പേഷ്യൻസ്, റെസ്പെക്റ്റീവ് പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സിന്റെ കോർഡിയസ് മാനിയർ. പേഷ്യൻസിനോടായാലും വിസിറ്റേഴ്സിനോടായാലും മാന്യമായ രീതിയിൽ പ്രതികരിക്കണം. പേഷ്യൻസിനോടായാലും അതുപോലെ തന്നെ വിസിറ്റേഴ്സിനോടായാലും എന്ത് ചെയ്യണം, മാന്യമായ രീതിയിൽ റെസ്പോണ്ട് ചെയ്യണം. ഓക്കെ, ദെൻ നാലാമത്തെ പോയിന്റ്, രജിസ്റ്റർ ന്യൂ പേഷ്യൻസ് അക്കോർഡിംഗ് ടു എസ്റ്റാബ്ലിഷ്ഡ് പ്രോട്ടോകോൾസ്. പോളിസികൾ അനുസരിച്ച് രോഗികളെ രജിസ്റ്റർ ചെയ്യുക. ഓരോ ഹോസ്പിറ്റലുകളിലും ഓരോ തരത്തിലുള്ള പ്രൊസീജിയർ ആൻഡ് പോളിസി ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിനനുസരിച്ച് വേണം ഓരോ രോഗികളെയും രജിസ്റ്റർ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോ ഒരു ഹോസ്പിറ്റലിൽ ഇപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ എന്താണോ പോളിസി, എന്താണോ പ്രൊസീജിയർ, അതിനനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യേണ്ടത്, അവിടെ വരുന്ന രോഗികളെ രജിസ്റ്റർ ചെയ്യേണ്ടത്. ഓക്കെ, നാലാമത്തെ പോയിന്റ്, രജിസ്റ്റർ ന്യൂ പേഷ്യൻസ് ആൻഡ് അപ്ഡേറ്റ്സ് എക്സിസ്റ്റിംഗ് പേഷ്യൻസ് ഡെമോഗ്രാഫിക്സ് ബൈ കളക്ടിംഗ് ഡീറ്റെയിൽഡ് പേഷ്യന്റ് ഇൻഫോർമേഷൻ ആൻഡ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ. പുതിയ രോഗികളെ രജിസ്റ്റർ ചെയ്യുമ്പോൾ അവരുടെ ബേസിക് ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, അപ്പൊ പുതിയൊരു പേഷ്യന്റ് ആണ് വരുന്നതെങ്കിൽ അവരുടെ ബേസിക് ഡീറ്റെയിൽസ് എടുത്തിട്ട് എന്ത് ചെയ്യണം, എൻറ്റർ ചെയ്ത് എന്ത് ചെയ്യണം, ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം, അല്ലെ, അവരെ രജിസ്റ്റർ ചെയ്യണം. ഇനി അവിടെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവരുടെ അഡ്രസ്സിലോ ഫോൺ നമ്പറിലോ എന്തെങ്കിലും ചേഞ്ചസ് വരുവാണെങ്കിൽ അത് പേഷ്യൻസിനോട് ചോദിച്ച് മനസ്സിലാക്കി സിസ്റ്റത്തില് അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, ഇനി വ്യക്തിപരവും സാമ്പത്തികപരവുമായിട്ടുള്ള വിവരങ്ങൾ ഉൾപ്പെടെ എല്ലാത്തരം വിവരങ്ങളും എന്ത് ചെയ്യണം, സിസ്റ്റത്തില് എൻറ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒരു രോഗിയുടെ ബേസിക് ഡീറ്റെയിൽസ് മാത്രമല്ല അദ്ദേഹത്തിന്റെ എല്ലാത്തരം വിവരങ്ങള്, അതിനകത്ത് അദ്ദേഹത്തിന്റെ ആനുവൽ ഇൻകം വരെ എന്ത് ചെയ്യാം, ഉൾപ്പെടാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള എല്ലാത്തരം വിവരങ്ങൾ, അതുപോലെ തന്നെ ഇൻഷുറൻസിന്റേതായിട്ടുള്ള കാര്യങ്ങള്, അതിന്റെ ഇൻഷുറൻസിന്റെ നമ്പർ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, ഈ ഒരു രജിസ്ട്രേഷനില് കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, അടുത്ത പോയിന്റ്, assist patients to complete all necessary forms and documentation including medical insurance. മെഡിക്കൽ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള ആവശ്യമായ എല്ലാ ഫോമുകളും ഡോക്യുമെന്റേഷനും പൂർത്തിയാക്കാൻ സഹായിക്കുക. മെഡിക്കൽ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള ആവശ്യമായിട്ടുള്ള എല്ലാ ഫോമുകളും ഡോക്യുമെന്റേഷനുകളും പൂർത്തിയാക്കാൻ സഹായിക്കുക. അതെങ്ങനെയാണ്, ഒരു പേഷ്യന്റ് എഴുതാനൊക്കെ പറ്റാത്ത പേഷ്യന്റ് ആണെങ്കിൽ, അതായത് വിദ്യാഭ്യാസം ഇല്ലാത്ത, സാക്ഷരത ഇല്ലാത്ത പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ എന്താണ്, അവർക്ക് മര്യാദക്കൊന്നും, മുതിർന്ന പേഷ്യൻസ്, അതായത് പ്രായമായിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെ. അപ്പൊ അങ്ങനെ എഴുതുമ്പോൾ അവര് ഡോക്യുമെന്റ് ഫില്ല് ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യണം, സഹായിക്കണം. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. അടുത്തത്, ensure patients to complete all necessary forms and documentation including medical insurance. അതായത് മെഡിക്കൽ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള എല്ലാത്തരം രേഖകളും രോഗി ഫില്ല് ചെയ്യുമ്പോൾ അതിനകത്ത് വിവരങ്ങൾ എന്ന് പറയുന്നത്, ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. എല്ലാവരും അവരെ എഴുതിയിട്ടുണ്ടോ, വല്ലതും വിട്ടുപോയിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ്, മെഡിക്കൽ റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടി ആയിട്ട് വരുന്നതാണ് കേട്ടോ. ഓക്കെ, the next, ensure patient information is accurate including billing information. ബില്ലിംഗ് വിവരങ്ങൾ ഉൾപ്പെടെയുള്ള രോഗിയുടെ വിവരങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, ഇപ്പൊ പല പേഷ്യൻസും, അതായത് രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കുന്നുണ്ടാവും, കൺസൾട്ടേഷൻ ഫീസ് കൊടുക്കുന്നുണ്ടാവും രോഗി, അതുപോലെ ഫാർമസിയിൽ നിന്ന് മരുന്ന് മേടിക്കുന്നുണ്ടാവും. ഇനി അഡ്മിറ്റ് ആയിട്ടുള്ള രോഗികളാണെങ്കിൽ ഡിസ്ചാർജ് ചെയ്യുന്ന പോകുന്ന സമയത്ത് ബിൽസ് ഉണ്ടാവും. അപ്പൊ ഈ ബില്ലുകളും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്, മെഡിക്കൽ റിസപ്ഷനിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരുന്നതാണ് കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ പറഞ്ഞത്? ഇത്രയും പോയിന്റ്സ് പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, സൈഡിലൊന്ന് എഴുതി വെച്ചേക്കണേ മക്കളെ, അല്ലെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾ കുറച്ചുകൂടി കഴിയുമ്പോ എക്സാം ഒക്കെ അപ്പൊ അത് വായിച്ചു നോക്കുമ്പോ ഒന്നും കിട്ടില്ല കേട്ടോ. മിസ് എന്താണ് പറഞ്ഞതെന്ന്
അവിടെ വെച്ച് നിങ്ങൾ ഇങ്ങനെ ആലോചിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്ക് കുറച്ച് ബോറിംഗ് ആണ് ഈ ടോപ്പിക്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിരുന്ന് സൈഡിലൊക്കെ ഒന്ന് എഴുതി വെക്കുക എന്താണ് പറയുന്നത് കേട്ടോ, മനസ്സിലായില്ലെങ്കിൽ. ഞാനൊന്നും കൂടി പറയാം, മനസ്സിലാവാത്തത് തൊയ്വ് പേടിക്കണ്ട. ക്ലാസ് കഴിയുന്നതിന് മുമ്പായിട്ട് ഒന്നും കൂടി പറഞ്ഞുതരാം കേട്ടോ. മനസ്സിലാവാത്ത പോയിന്റ്സ് പറഞ്ഞുതരാം, ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. The next one, inform patients of medical office procedures and policy. അതുപോലെ തന്നെ പേഷ്യൻസിനോട് ഒരു ഹോസ്പിറ്റലിലെ പോളിസികളെ കുറിച്ചും പ്രൊസീജിയേഴ്സിനെ കുറിച്ചും വ്യക്തമാക്കി കൊടുക്കുക. വ്യക്തമായിട്ട് എന്ത് ചെയ്യുക, അവരോട് പറയുക, ഈ ഹോസ്പിറ്റലിൽ ഇന്ന പ്രൊസീജിയർ ആണ്, ഈ ഹോസ്പിറ്റലിൽ ഇന്ന പോളിസികളാണ് ഫോളോ ചെയ്യുന്നത് എന്ത് ചെയ്യുക, അവരോട് വ്യക്തമായിട്ട് പറയുക. The next one, maintain and manage patient records. അതുപോലെ തന്നെ പേഷ്യന്റ് റെക്കോർഡുകൾ എന്ത് ചെയ്യുക, മാനേജ് ചെയ്യുക. പേഷ്യന്റ് റെക്കോർഡ് മാനേജ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് പേഷ്യന്റ് റെക്കോർഡുകളും കാര്യങ്ങളും ഫയലുകളൊക്കെ എന്ത് ചെയ്യുക, സൂക്ഷിച്ചു വെക്കുക. അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ്, മൂവ് പേഷ്യൻസ് ത്രൂ അപ്പോയിന്റ്മെന്റ്സ് ആസ് ഷെഡ്യൂൾഡ്. ഷെഡ്യൂൾ ചെയ്ത പ്രകാരം അപ്പോയിന്റ്മെന്റിലേക്ക് രോഗികളെ മൂവ് ചെയ്യിപ്പിക്കുക. അതെന്താ ഉദ്ദേശിക്കുന്നേ, എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്, ഒന്ന് കമന്റ് ചെയ്ത് നിങ്ങൾ എന്താ അവിടെ പറയുന്നേ. ഷെഡ്യൂൾ ചെയ്ത പ്രകാരം അപ്പോയിന്റ്മെന്റിലേക്ക് രോഗികളെ മൂവ് ചെയ്യിപ്പിക്കുക. കമന്റ് ചെയ്ത് എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ലേ? ഒന്ന് കമന്റ് ചെയ്തേ. മൂവ് പേഷ്യൻസ് ത്രൂ അപ്പോയിന്റ്മെന്റ്സ് ആസ് ഷെഡ്യൂൾഡ്. അതായത് അപ്പോയിന്റ്മെന്റ്സ് ബുക്ക് ചെയ്യുന്നതിനനുസരിച്ച്, അതായത് ബുക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് രോഗികളെ കടത്തിവിടുന്നത് അല്ലെ. ആദ്യം അപ്പോയിന്റ്മെന്റ് എടുത്ത ആൾക്ക് ആദ്യം ഡോക്ടറെ കാണാം. അപ്പൊ അവരെന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ടോക്കൺ നമ്പർ അനുസരിച്ച് അവരെ മൂവ് ചെയ്യിപ്പിക്കുന്നു. അതാരാ ചെയ്യുന്നേ, റിസപ്ഷനിസ്റ്റ് ആണ് ചെയ്യുന്നത് കേട്ടോ. അടുത്തത്, ഫെസിലിറ്റേറ്റ് പേഷ്യന്റ് ഫ്ലോ ബൈ നോട്ടിഫൈങ് ദ പ്രൊവൈഡർ ദ പേഷ്യന്റ് അറൈവൽ, being aware of delays and communicating with patients and clinical staff. അത് പറയുന്നത് രോഗിയുടെ വരവ് ഡോക്ടറെ അറിയിക്കണം. ഓക്കെ, അതായത് ഹോസ്പിറ്റലിലെ ഡോക്ടറുടെ കൺസൾട്ടേഷന് മുമ്പിലായിട്ട് ധാരാളം പേഷ്യൻസ് വെയിറ്റ് ചെയ്യുന്നുണ്ടാകും അല്ലെ. അപ്പോ എത്ര പേര് വെയിറ്റിംഗ് ആണെന്നുള്ള വിവരം രോഗിയെ ഡോക്ടറെ അറിയിച്ചിരിക്കണം. അതുകൂടാതെ ഡോക്ടർ ഡിലേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പൊ ഡോക്ടർ വൈകാനായിട്ട് എന്തെങ്കിലും കാരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പേഷ്യന്റിനെ അറിയിച്ചിരിക്കണം. അതാണ് അവിടെ പറയുന്നത്. ദെൻ രോഗികളുമായും അതുപോലെ തന്നെ ക്ലിനിക്കൽ സ്റ്റാഫുകളുമായും കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിലൂടെ രോഗിക്ക് കൂടുതൽ മെഡിക്കൽ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇപ്പൊ ഡോക്ടറുടെ റൂമിൽ നടക്കുന്ന കാര്യങ്ങള് നമ്മൾ അറിയുന്നത് ഡോക്ടറുടെ സഹായിയായിട്ട് നിൽക്കുന്ന ഒരാളിലൂടെയാണ് അല്ലെ. അവരുമായിട്ട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, രോഗിക്ക് കൃത്യമായിട്ട് കൂടുതൽ മെഡിക്കൽ സൗകര്യങ്ങള് ഉറപ്പാക്കാനായിട്ട് സാധിക്കുക. ഓക്കെ, അപ്പോ ദാതാവിന്റെ പ്രൊവൈഡർ എന്ന് പറയുന്നത് ഡോക്ടറാണ്. രോഗിയുടെ വരവ് ഡോക്ടർ അറിയിക്കുക, എന്തെങ്കിലും ഡിലേസ് ഉണ്ടെങ്കിൽ അത് രോഗിയെ അറിയിക്കുക. ദെൻ അവിടെയുള്ള സ്റ്റാഫുകളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ റിസപ്ഷനിസ്റ്റിന് ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ്, ആൻസർ ഇൻകമിംഗ് കോൾസ് ആൻഡ് ഡീൽ വിത്ത് എൻക്വയറീസ്, ആൻസേഴ്സ് ദ ഫോൺ വൈൽ മെയിൻറ്റെയിൻ പൊളൈറ്റ് കൺസിസ്റ്റന്റ് ഫോൺ മാനർ യൂസിംഗ് പ്രോപ്പർ ടെലിഫോൺ എറ്റിക്വറ്റ്. അതായത് ഇൻകമിംഗ് കോളുകളോട് നല്ല രീതിയിൽ ഇൻകമിംഗ് കോൾസിനെ ഡീൽ ചെയ്യുക, അവരുടെ അന്വേഷണങ്ങൾക്ക് മറുപടി കൊടുക്കുക. അതുപോലെ തന്നെ ഫോണിൽ സംസാരിക്കുമ്പോൾ, ഫോൺ വഴി സംസാരിക്കുമ്പോൾ പൊളൈറ്റ് ആയിട്ട് സംസാരിക്കുക. എപ്പോഴും സ്ഥിരമായിട്ട് നല്ല രീതിയിൽ പെരുമാറാനായിട്ട് പഠിക്കുക. ടെലിഫോൺ മാനർ അല്ലെങ്കിൽ ടെലിഫോൺ എറ്റിക്വറ്റ് എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആയിട്ട് നിലനിർത്തേണ്ട ഒന്നാണ്. അടുത്ത പോയിന്റ്, ട്രാൻസ്ഫർ കോൾസ് ആസ് റിക്വയർഡ്. വേണമെങ്കിൽ കോൾസ് എന്ത് ചെയ്യാം, ആവശ്യമെങ്കിൽ കോൾസ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഡ്യൂട്ടി മാർക്കാണ് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ആണ് കേട്ടോ. അതെങ്ങനെയാണ് കോൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഇപ്പൊ നിങ്ങൾക്കറിയാലോ, നിങ്ങൾ ഇപ്പൊ നാളെ ഒരു ഡോക്ടറെ കാണണം എന്ന് വിചാരിച്ച് നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഒരു ഹോസ്പിറ്റലിൽ വിളിക്കുകയാണ്. ഒരു ഹോസ്പിറ്റലിൽ വിളിക്കുമ്പോൾ റിസപ്ഷനിസ്റ്റ് ആണ് ഫോൺ എടുക്കുന്നത് അല്ലെ. ഫ്രണ്ട് ഡെസ്കിലെ റിസപ്ഷനിസ്റ്റ് ആണ് ഫോൺ എടുക്കുന്നത്.
അപ്പൊ അവര് നിങ്ങളോട് പറയും, അതായത് ആദ്യം തന്നെ നിങ്ങൾ ഗ്രീറ്റ് ചെയ്യും അല്ലെ, ആദ്യം തന്നെ നിങ്ങൾ വെൽക്കം ചെയ്യും. അതിനുശേഷം നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് അവരോട് പറയും. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഇവര് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ നിങ്ങൾക്ക് കാണേണ്ടത് ആ ഡിപ്പാർട്ട്മെന്റിനെ കണക്ട് ചെയ്ത് തരും ഇല്ലേ. അതിനെയാണ് എന്ത് പറയുന്നത്, ട്രാൻസ്ഫർ കോൾസ് എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ കോളുകൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ? കമന്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടോണും കാര്യങ്ങളൊക്കെ വരും ഫോണില്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. അതിനെയാണ് ട്രാൻസ്ഫർ കോൾസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. അടുത്തത് കളക്ട് കോപ്പേസ് ആൻഡ് പേയ്മെന്റ്സ്. പേയ്മെന്റ്സ് നമുക്കറിയാം. എന്താണ് പേയ്മെന്റ്സ് എന്ന് പറയുന്നത്? കമന്റ് ചെയ്ത് വേഗം. പേയ്മെന്റ്സ് എന്താണ്? നമുക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കമന്റ് ചെയ്യാനായിട്ട് പറയുന്നത്. പേയ്മെന്റ്സ് എന്താ പറയാ? പേയ്മെന്റ്സ് ക്യാഷ് അല്ലെ. ക്യാഷിനെയാണ് എന്ത് പറയാ? പേയ്മെന്റ്സ് എന്ന് പറയാ അല്ലെ. ഓക്കെ. കോപ്പേസ് എന്താണ്? കോപ്പേസ് അപ്പൊ എന്താണ് കോപ്പേസ്? കേട്ടിട്ടുണ്ടോ കോപ്പേസ് എന്ന് പറഞ്ഞാല്? കോപ്പേസ് എന്ന് പറയുന്നത് ഇൻഷുറൻസ് ക്ലെയിമിന്റെ അണ്ടറിൽ വരുന്നതാണ് കേട്ടോ. കോപ്പേസ് എന്ന് പറയുന്നത് അത് കളക്ട് ചെയ്യുന്നത് ആരാണ്? മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ആണ്. പേയ്മെന്റ്സും ക്യാഷും കോപ്പേസും ഒക്കെ കളക്ട് ചെയ്യുന്നത് റിസപ്ഷനിസ്റ്റ് ആണ്. അപ്പൊ കോപ്പേസിനെ ഒന്നുകൂടി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു മെഡിക്കൽ ഇൻഷുറൻസ് ക്ലെയിം ആണ് കോപ്പേസ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോ ഒരു മെഡിക്കൽ ഇൻഷുറൻസിൽ ചേർന്ന് കഴിഞ്ഞാല് നമ്മൾക്ക് ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും സർജറിയോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്യുമെന്റ്സ് ഹാജരാക്കി കഴിഞ്ഞാല് അവരാണ് എന്ത് ചെയ്യുക? നമ്മുടെ തുക, നമ്മുടെ എമൗണ്ട് എന്ത് ചെയ്യുക? ഇൻഷുറൻസ് കമ്പനിയാണ് അടയ്ക്കുന്നത് അല്ലെ. എന്നാൽ കോപ്പേസ് എന്ന് പറഞ്ഞാല് ഇപ്പോ 100 രൂപയാണ് ഒരാൾക്ക് ട്രീറ്റ്മെന്റിന് ആവശ്യമായിട്ട് വരുന്നതെന്ന് വിചാരിക്കാം. ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് കേട്ടോ. 100 രൂപയാണ് ആവശ്യമായിട്ട് വരുന്നതെന്ന് വിചാരിക്കാം. അതിനകത്ത് പേഷ്യന്റ് കോപ്പേ ക്ലെയിം ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ 80 രൂപ മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനി അടയ്ക്കും. ബാക്കി 20 രൂപ പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് എടുത്ത് അടയ്ക്കണം. ഇതിനെയാണ് കോപ്പേ ക്ലെയിംസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. അതായത് കോപ്പേ ക്ലെയിംസ് എന്ന് പറഞ്ഞാല് മെഡിക്കൽ ഇൻഷുറൻസ് തന്നെയാണ്. അതായത് നിങ്ങളിപ്പോ പുതുതായിട്ട് ഇൻഷുറൻസ് ഒക്കെ എടുക്കാനുള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ, എടുത്തിട്ടില്ലാത്ത വ്യക്തികളൊക്കെ ആണെങ്കിൽ ഫോം ഫിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഇത് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഇതൊരു കോപ്പേ ക്ലെയിം ആണെന്ന്. കോപ്പേ ക്ലെയിം എന്ന് പറഞ്ഞാല് ഫുൾ കവറേജ് കിട്ടില്ല. അതായത് 80% ഇൻഷുറൻസ് കമ്പനി അടയ്ക്കും, 20% പേഷ്യന്റെ കയ്യിൽ നിന്ന് പോകും. ഓക്കെ, അതാണ് കോപ്പേ ക്ലെയിംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഒരു 1 ലക്ഷം രൂപയാണ് പേഷ്യന്റ് ആവുന്നതെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനി എന്താ അടയ്ക്കാം? എത്ര രൂപ അടയ്ക്കും 1 ലക്ഷം രൂപയ്ക്ക്? 80,000 രൂപ അല്ലെ. ഓക്കെ, നമ്മളുടെ കയ്യിൽ നിന്ന് എത്ര രൂപ പോകും? നമ്മളുടെ കയ്യിൽ നിന്ന് എത്ര രൂപയാ പോവാ? 20,000 രൂപ നമ്മൾ അടക്കണം അല്ലെ. ഗവൺമെന്റ് ഇൻഷുറൻസ് അല്ലേ കേട്ടോ. ഗവൺമെന്റ് ഇൻഷുറൻസിന്റെ പേരെന്താ? ഗവൺമെന്റ് എംപ്ലോയീസിന്റെ ഇൻഷുറൻസിന്റെ പേരെന്താ? കോപ്പേ ക്ലെയിംസ് ഗവൺമെന്റ് ഇൻഷുറൻസ് ആണോ? ഗവൺമെന്റ് ഇൻഷുറൻസിന്റെ പേര് മെഡിസിപ്പ് എന്നാണ് കേട്ടോ. മെഡിസിപ്പാണ്. ഈസി ഉണ്ട്. എന്നാലും ഗവൺമെന്റ് എംപ്ലോയീസ് അതുപോലെ തന്നെ ടീച്ചേഴ്സ്, സ്കൂളുകളിൽ നോൺ ടീച്ചിങ് സ്റ്റാഫുകള്, അങ്ങനെയുള്ളവർക്കൊക്കെ മെഡിസിപ്പിന്റെ കവറേജ് ആണ് വരിക കേട്ടോ. ഓക്കെ, കുറേയധികം മെഡിസിപ്പില് ക്ലെയിം ചെയ്തിരിക്കുന്നത്. അതായത് 1920 ഡിസീസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആ രോഗങ്ങളിൽ ഏതെങ്കിലും ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടെങ്കിൽ മെഡിസിപ്പിൽ ക്ലെയിം ചെയ്യാം. അതായത് മെഡിസിപ്പ് വഴി എന്ത് കിട്ടും? നമുക്ക് ഇത് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോ ഈ ഒരു കോപ്പേസ് ആൻഡ് പേയ്മെന്റ്സ് ഇത് കളക്ട് ചെയ്യുന്നത് റിസപ്ഷനിസ്റ്റ് ആണ്. കോപ്പേസ് മനസ്സിലായോ എന്താണ് സംഭവം? ഇമ്പോർട്ടന്റ് ആട്ടോ കോപ്പേസ്. ഓക്കെ,
Then അടുത്തത് റിപ്പോർട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് റിക്വയർഡ്, അതായത് കണക്കുകൾ കൊടുക്കുക എന്നുള്ളത്. ഇപ്പോ റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടിയാണ് ഷിഫ്റ്റ് തീരുന്നതിന് മുമ്പ് മറ്റൊരു പേഴ്സണെ ഹാൻഡ് ഓവർ ചെയ്യുക എമൗണ്ട്, അല്ലെങ്കിൽ ഓഫീസിൽ നേരിട്ട് കൊണ്ട് അടയ്ക്കുക എന്നുള്ളത്. അപ്പൊ ആ ഒരു കണക്കുകളുടെ റിപ്പോർട്ട് കൊടുക്കുക എന്നാണ് പറയുന്നത്. Then schedule hospital admission, test, scans and outside appointments for patients. പിന്നെ ഹോസ്പിറ്റൽ അഡ്മിഷൻ ഷെഡ്യൂൾ ചെയ്യുന്നു, ടെസ്റ്റുകളുടെ കാര്യങ്ങൾ ചെയ്യുന്നു, സ്കാൻസ് വേണമെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നു. പിന്നെ ഔട്ട്സൈഡ് അപ്പോയിന്റ്മെന്റ്സ്, പുറത്തുനിന്നുള്ള രോഗികള്, പുറത്തുനിന്നുള്ള ഡോക്ടേഴ്സ് രോഗികളെ കാണാനായിട്ട് വരുമ്പോൾ അവർക്ക് അപ്പോയിന്റ്മെന്റുകൾ എടുത്തു കൊടുക്കുന്നു. ഓക്കെ. Then obtain external medical reports as required by മെഡിക്കൽ പ്രൊഫഷണൽസ്. ഇനി ചില ഡോക്ടേഴ്സ് അവര് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഹോസ്പിറ്റലില് ചില സൗകര്യങ്ങൾ ഇല്ലെങ്കിൽ, ടെസ്റ്റുകൾക്കും മറ്റും സൗകര്യങ്ങൾ ഇല്ലെങ്കിൽ പുറത്തോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റെഫർ ചെയ്യുന്നുണ്ട് അല്ലെ. പുറത്തുനിന്ന് ടെസ്റ്റുകളും മറ്റും എടുത്തിട്ട് വരാനായിട്ട് നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ രോഗി പോയി ആ ഒരു പുറത്തുനിന്ന് പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ടെസ്റ്റുകളുടെ ചെയ്യുന്നുണ്ട്. അതിന്റെ റിസൾട്ടുകളൊക്കെ കിട്ടുമ്പോൾ അത് കളക്ട് ചെയ്തിട്ട് ഡോക്ടർ ഹാൻഡ് ഓവർ ചെയ്യുന്നത് ആരാണ്, മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ആണ്. ഓക്കെ. Then respond and comply to request for information. അതുപോലെ തന്നെ എന്തെങ്കിലും ഇൻഫോർമേഷൻസ് രോഗിക്ക് അറിയാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗിക്ക് എന്തെങ്കിലും റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിലോ അതിന് റെസ്പോണ്ട് ചെയ്യുന്നു. ഓക്കെ. Then deal with the incoming and outgoing cost. അതെന്താ ഉദ്ദേശിക്കുന്നത്, ഡീൽ വിത്ത് ഇൻകമിങ് ആൻഡ് ഔട്ട്ഗോയിങ് കോസ്റ്റ്? ഒന്ന് കമന്റ് ചെയ്തേ. എന്താണ് ഡീൽ വിത്ത് ഇൻകമിങ് ആൻഡ് ഔട്ട്ഗോയിങ് കോസ്റ്റ്? ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഇൻകമിങ് ആൻഡ് ഔട്ട്ഗോയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? മെസ്സേജ് ആണോ, കോൾ ആണോ, എന്താ ഉദ്ദേശിക്കുന്നത് അവിടെ? കമന്റ് ചെയ്യാനില്ലേ? ഇമെയിൽ ആണ് കേട്ടോ. വിഷ്ണുപ്രിയ പറഞ്ഞത് കറക്റ്റ് ആണ്. ഇമെയിലിനെയാണ് ഇൻകമിങ് ആൻഡ് ഔട്ട്ഗോയിങ് കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് വരുന്ന ഇമെയിലുകൾ, ഇൻബോക്സിൽ വരുന്ന ഇമെയിലുകളെ കൈകാര്യം ചെയ്യുക. ദെൻ അതിന് റിപ്ലൈ കൊടുക്കേണ്ടത് ആരാണ്, മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ആണ്. ഓക്കെ. ദെൻ അടുത്തത് മെയിൻറ്റെയിൻ സ്റ്റോക്ക് ഓഫ് ഫോംസ് ആൻഡ് കീപ് മെഡിക്കൽ ഓഫീസ് സപ്ലൈസ് adequately stocked by expecting inventory needs, placing orders and monitoring office equipment. അതായത് സ്റ്റോക്ക് ഫോമുകൾ മെയിൻറ്റെയിൻ ചെയ്യുക, മെഡിക്കൽ ഓഫീസ് എക്യുപ്മെന്റ്സുകൾ അല്ലെങ്കിൽ അവിടെയുള്ള സപ്ലൈസ് അതിന്റെ സ്റ്റോക്ക് ഒക്കെ ചെക്ക് ചെയ്യുക, അവിടെയുള്ള ചരക്കുകൾ, സാധനങ്ങളൊക്കെ എത്ര എണ്ണം ഉണ്ടെന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഓരോ ഉപകരണങ്ങളും, അതായത് ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന ഓരോ ഉപകരണങ്ങളും ഓരോന്നിൻ്റെതായിട്ടുള്ള പ്ലേസിലാണോ ഇരിക്കുന്നത്, അതാത് സ്ഥാനത്താണോ ഇരിക്കുന്നതെന്ന് ചെക്ക് ചെയ്യുക. ഇതൊക്കെ നിരീക്ഷിക്കുക. ഇതൊക്കെ ചെയ്യേണ്ടത് ആരാണ്, മെഡിക്കൽ. ഓക്കെ. അതിന് മുമ്പ് ഒരു പോയിന്റ് ഉണ്ട് അല്ലെ. ഓക്കെ, അത് പറയാം കേട്ടോ. ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഈ ഒരു പോയിന്റ് പറഞ്ഞാൽ എന്താണ്, അതായത് ഓഫീസ് ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട് അതിന്റെ സ്റ്റോക്കുകളും കാര്യങ്ങളും, അവിടെ ഇറക്കുമതി ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ചരക്കുകള്, ഇൻവെന്ററി നെറ്റ്സ് എന്ന് പറയുന്ന ചരക്കുകളാണ് കേട്ടോ. അതൊക്കെ എന്താണ്, ഓരോന്നിന്റെ സ്ഥാനത്താണോ ഇരിക്കേണ്ടത് നോക്കേണ്ടത്, അതായത് കറക്റ്റ് ആയിട്ടുള്ള പ്ലേസിലാണോ അതൊക്കെ ഓർഡർ ചെയ്ത് വെച്ചേക്കുന്നതെന്ന് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. ഇനി അതിന്റെ മുമ്പത്തെ പോയിന്റ്, കംപ്ലീറ്റ് അതർ ക്ലറിക്കൽ ഡ്യൂട്ടീസ് ആസ് അസൈൻഡ്. അതായത് മറ്റെന്തെങ്കിലും ക്ലറിക്കൽ ഡ്യൂട്ടീസ് റിസപ്ഷനിസ്റ്റിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. Then next point, ensure that the reception area is well maintained, neat and clean. റിസപ്ഷൻ ഏരിയ എന്ന് പറയുന്നത് വെൽ മെയിൻറ്റെയിൻ അല്ലെങ്കിൽ ക്ലീൻ ആയിട്ട് ഇരിക്കേണ്ട ഒരു സ്ഥലമാണ്. അത് വൃത്തിയാണോ എന്ന് എന്ത് ചെയ്യാം, ഉറപ്പുവരുത്തുക. നീറ്റ്നെസ് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഇനി വൃത്തികേടായിട്ടാണ് കിടക്കുന്നതെങ്കിൽ അത് ക്ലീൻ ചെയ്യുന്ന സ്റ്റാഫുകളെ വിളിച്ച് ക്ലീൻ ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. ദെൻ ലാസ്റ്റ് പോയിന്റ്, safeguard patient privacy and confidentiality. Protect patient confidentiality, making sure that protected health information is secured by not leaving PHI in plain sight and logging of the computer before leaving each unattached. അതായത് പേഷ്യന്റിന്റെ ഫയലുകൾ എന്നൊക്കെ പറയുന്നത് നമ്മള് പ്രൈവറ്റ് ആയിട്ട് വെക്കേണ്ട, കീപ്പ് ചെയ്യേണ്ട ഒന്നാണ് അല്ലെ. അതായത് ഭയങ്കര കോൺഫിഡൻഷ്യൽ ആയിട്ട് മൂന്നാമതൊരാൾ, ഒരു തേർഡ് പാർട്ടി ആക്സസ് ചെയ്യാത്ത രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇത് സൂക്ഷിച്ചു വെക്കേണ്ടത്. അപ്പോ
പേഷ്യന്റ് ഡീറ്റെയിൽസ് നമ്മൾ സോഫ്റ്റ്വെയറിൽ എൻ്റർ ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ, അതായത് ആ പേഷ്യന്റ് രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോ ചെയറിൽ നിന്ന് പോവുകയാണെങ്കിൽ നമ്മുടെ സിസ്റ്റം ലോഗ് ഓഫ് ചെയ്യാനായിട്ട് മറക്കാനായിട്ട് പാടില്ല. ലോഗ് ഔട്ട് ചെയ്യണം. ഓക്കെ, ലോഗ് ഔട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ആ ചെയറിൽ നിന്ന് എണീറ്റ് പോകാനായിട്ട് കേട്ടോ. അപ്പൊ PHI എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫോർമേഷൻ ആണ്. അതായത് പേഷ്യന്റിന്റെ ഫയൽ എന്ന് പറയുന്നത് വളരെ സ്വകാര്യതയോടുകൂടി സൂക്ഷിച്ചു വെക്കേണ്ട ഒന്നാണ്. അത് കൃത്യമായിട്ട് ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ആ സോഫ്റ്റ്വെയറിന്റെ പേരാണ് CRM എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ എണീറ്റ് പോകുമ്പോൾ എന്ത് ചെയ്തത്, അത് അങ്ങനെ തന്നെ ഇടാനായിട്ട് പാടുള്ളതല്ല. ലോഗ് ഔട്ട് ചെയ്തിട്ട് വേണം പുറത്തേക്ക് പോകാനായിട്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? PHI എന്ന് പറഞ്ഞാല് പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫോർമേഷൻ ആണ് കേട്ടോ. അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫോർമേഷൻ. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് റെസ്പോൺസിബിലിറ്റീസിൽ വരുന്നത്. ഇനി അടുത്തത് സ്കിൽസ് ആണ് കേട്ടോ. സ്കിൽസും കൂടി കഴിഞ്ഞാല് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ തീർന്നു കേട്ടോ. സ്കിൽസ് നമുക്ക് നോക്കാം. സ്കിൽസ് എന്ന് പറഞ്ഞാൽ കഴിവുകളാണ്. എന്തൊക്കെ കഴിവുകളാണ് ഒരു റിസപ്ഷനിസ്റ്റിന് ഉണ്ടായിരിക്കേണ്ടത്? ഒന്നാമത് ടെലിഫോൺ എറ്റിക്വേറ്റ്, ഫോൺ മര്യാദകൾ ഉണ്ടായിരിക്കണം. കസ്റ്റമർ സർവീസ് ഉണ്ടായിരിക്കണം. ബേസിക് വേർഡ് ആൻഡ് എക്സൽ പ്രോഗ്രാംസ്, കമ്പ്യൂട്ടറിലെ വേർഡ് പ്രോഗ്രാം, MS വേർഡ്, MS എക്സൽ, MS പവർ പോയിന്റ്, ഈ 3 പ്രോഗ്രാമും ബേസിക് ആയിട്ട് അറിയാൻ പറ്റുന്ന ഒരാളായിരിക്കണം കേട്ടോ. ഇതൊക്കെ നിങ്ങളെ പഠിപ്പിച്ചു തരും കേട്ടോ. നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ ഉണ്ട് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന, ഇതിനകത്ത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ദെൻ മാനേജ്മെന്റ്, അതായത് കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ആളുകളായിരിക്കണം ഓരോ കാര്യങ്ങള്. മൾട്ടി ടാസ്കിംഗ് ആയിട്ടുള്ള ആളായിരിക്കണം. ഓർഗനൈസ് ആൻഡ് ഷെഡ്യൂളിംഗ് ആയിട്ടുള്ള വ്യക്തിയും കൂടി ആയിരിക്കണം. അതാണ് സ്കിൽസിൽ വരുന്നത് കേട്ടോ. സ്കിൽസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. ഒന്ന് ഇമ്പോർട്ടന്റ് എന്ത് ചെയ്യാം, ഒന്ന് ഹെഡിങ് കൊടുക്കുക കേട്ടോ. അവിടെ സൈഡിൽ എഴുതിയിട്ടാ. നെക്സ്റ്റ് എന്റെ സബ് ഹെഡിങ് ആയിട്ട് ഓരോന്ന് വരുന്നുണ്ട്. അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, നമുക്കൊന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കും എന്താ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. Able to listen effectively and express oneself in a clear, articulate manner. അതായത് നമ്മള് ഒരാളെ വ്യക്തമായിട്ട് കേൾക്കാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ക്ലിയർ ആയിട്ട് അതിന് മറുപടിയും കൊടുത്തിരിക്കണം. രണ്ടാമത്തെ പോയിന്റ് ഇൻഫോർമേഷൻ കളക്ഷൻ ആൻഡ് മാനേജ്മെന്റ്. Able to collect, organize and monitor data efficiently. ഇൻഫോർമേഷൻസ് പേഷ്യന്റിൽ നിന്ന് കളക്ട് ചെയ്യണം, അത് ഓർഗനൈസ് ചെയ്യണം, ദെൻ മോണിറ്റർ ചെയ്യണം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. മൂന്നാമത്തെ പോയിന്റ് പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ്. ഏബിൾ ടു മൾട്ടി ടാസ്ക്, പ്രയോറിറ്റൈസ് ആൻഡ് ഷെഡ്യൂൾ ടാസ്ക് ആൻഡ് ആക്ടിവിറ്റീസ്. അതായത് മൾട്ടി ടാസ്ക് ചെയ്യാനുള്ള കഴിവുള്ള വ്യക്തിയായിരിക്കണം. പല കാര്യങ്ങളും ഒരു സമയത്തിന് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. കൂടാതെ പ്രയോറിറ്റൈസ് കൊടുക്കണം. ആദ്യം ചെയ്യേണ്ട ജോലി ആദ്യം ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കണം. ഒരു ക്രമം കൊടുത്തിരിക്കണം, അവിടെ അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കണം. അടുത്ത പോയിന്റ് അറ്റൻഷൻ ടു ഡീറ്റെയിൽ. ഏബിൾ ടു പ്രൊഡ്യൂസ് ആക്യുറേറ്റ് ആൻഡ് ഹൈ ക്വാളിറ്റി വർക്ക് ത്രൂ കൺസേൺ ഫോർ ഓൾ ഏരിയാസ് ഇൻവോൾവ്ഡ്. എല്ലാ മേഖലകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ ഉയർന്ന നിലവാരത്തിലുള്ള ഒരു ജോലി ചെയ്യാനായിട്ട് സാധിക്കണം. റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഏരിയയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടും സഹകരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് അല്ലെ. അപ്പൊ അവർക്ക് നല്ല ക്വാളിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ജോലി കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, അങ്ങനെയുള്ള ഒരു റെസ്പോൺസിബിലിറ്റി അവരിൽ വരും. അടുത്തത് കസ്റ്റമർ സർവീസ് സ്കിൽസ്. Able to develop good customer relationship, focusing on achieving customer satisfaction. Okay, അതായത് കസ്റ്റമറുമായിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു ബന്ധം നിലനിർത്തുന്നതിലൂടെ കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ അവർക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, then adaptability. Able to adjust approach to meet changing demands and situations that includes in dealing with the diverse people. അതായത് പല ആളുകളുമായിട്ട്, പലതരത്തിലുള്ള ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിലൂടെ അവരുടെ ഡിമാൻഡ്സ് ഒക്കെ
അതായത് അവരുടെ ഇമോഷൻസ് എന്നൊക്കെ പറയുന്നത് വെവ്വേറെ ആയിരിക്കുള്ളൂ. അപ്പൊ അവരൊക്കെ വരുമ്പോൾ അവരുടെ കൂടെ ചേർന്നിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് ഓരോരോ കാര്യങ്ങള് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാനായിട്ട്, അത് ഡീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള ആളായിരിക്കണം. ഓക്കെ, then confidentiality, able to maintain confidentiality and adhere to ethical standards. അതായത് പേഷ്യന്റ് ഫയൽ എന്ന് പറയുന്നത് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് സൂക്ഷിച്ചിരിക്കേണ്ട ഒന്നാണ്. അതിന് നമ്മൾ ധാർമ്മികമായിട്ടുള്ള എത്തിക്കൽ ആയിട്ടുള്ള നിലവാരം കൂടി നമ്മൾ എന്ത് ചെയ്യണം, അതിനെ കാണേണ്ടതുണ്ട്. ഓക്കെ, നീതി പുലർത്തണം എന്ന്. പേഷ്യന്റെ ഫയലുകളൊക്കെ നമ്മൾ സൂക്ഷിക്കുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള നീതി നമ്മൾ പുലർത്തണം എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മാത്രം മതി കേട്ടോ. ഇത്രയും മതി, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തന്നതാണ്, പിന്നെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മാത്രം മതി. ദെൻ അടുത്തത് മോസ്റ്റ് ക്രിട്ടിക്കൽ സ്കില്ലാണ് കേട്ടോ. ഒരു എന്താ പറയാ, റിസപ്ഷനിസ്റ്റിനെ സംബന്ധിച്ച് ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്കിൽ എന്ന് പറഞ്ഞാൽ ടെലിഫോൺ എറ്റിക്വറ്റ് ആണ്. അതായത് ഫോൺ മാനർ എന്ന് പറയും കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചേ നിങ്ങളൊന്ന്, എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നതെന്ന്. മനസ്സിലായോ എന്താണെന്ന് പറയുന്നതെന്ന്? ക്ലിയർ ആണോ അവിടെ? ആർക്കെങ്കിലും പിടികിട്ടിയോ എന്താണ് എറ്റിക്വറ്റ് എന്ന്? എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? ഒന്ന് കമന്റ് ചെയ്തേ, വായിച്ചിട്ട് എന്താ മനസ്സിലായേ? ടെലിഫോൺ മര്യാദകളാണ് അല്ലെ. ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്, when a patient calls in the way in which the front desk personnel handles the telephone call determines how the facility is perceived. The medical office receptionist must be a good listener and maintain confidentiality besides having good phone manner. ഒരു പേഷ്യന്റ്, ഇപ്പൊ നിങ്ങൾ റിസപ്ഷൻ ഏരിയയിലാണ് ജോലി ചെയ്യുന്നതെന്ന് വിചാരിക്കാം. നിങ്ങൾ ഒരു പേഷ്യന്റ് വിളിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണോ അവരോട് ബിഹേവ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും ആ പേഷ്യന്റ് ആ ഒരു ഹോസ്പിറ്റലിലെ സൗകര്യങ്ങൾ എത്രയുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഇപ്പൊ എന്നെ ഒരു പേഷ്യന്റ്, ഇപ്പൊ ഞാൻ ഒരു റിസപ്ഷനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്ന് വിചാരിക്കാം. എന്നെ ഒരു പേഷ്യന്റ് വിളിക്കുകയാണ്. പേഷ്യന്റ് വിളിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് എത്ര നല്ല രീതിയിൽ സംസാരിക്കുന്നോ അതനുസരിച്ചിട്ടായിരിക്കും അദ്ദേഹത്തിന് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിനോട് മതിപ്പ് തോന്നുക. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ അത്രയും അധികം ഇമ്പോർട്ടന്റ് ആണ് എന്ത് ടെലിഫോൺ എറ്റിക്വറ്റ് എന്ന് പറഞ്ഞാൽ കേട്ടോ, ഫോൺ മര്യാദകൾ എന്ന് പറഞ്ഞാൽ. പിന്നെ ഒരു മെഡിക്കൽ ഓഫീസ് റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഗുഡ് ലിസണർ ആയിരിക്കണം. അതുപോലെ തന്നെ പേഷ്യന്റ് ഫയല് കോൺഫിഡൻഷ്യൽ ആയിട്ട് സൂക്ഷിക്കുന്ന ഒരാളായിരിക്കണം. അതുപോലെ ഗുഡ് ഫോൺ മാനേഴ്സ് ഉള്ള വ്യക്തി കൂടി ആയിരിക്കണം. ഇനി അവരുടെ ടേബിളില് പ്രത്യേകം ഡൂസും ഡോൺസും എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, അതാണ് ഡൂസ്. ഡോൺസ് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ഡൂസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സ്മൈൽ ആൻഡ് പ്ലസന്റ് ടോക്കർ. നല്ല ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന വ്യക്തിയായിരിക്കണം മെഡിക്കൽ റിസപ്ഷനിസ്റ്റ്. പിന്നെ നല്ല ഹാപ്പി ആയിട്ട് എന്ത് ചെയ്യണം, സംസാരിക്കണം. രണ്ടാമത്തത്, സ്പീക്ക് ക്ലിയർലി. ക്ലിയർ ആയിട്ടായിരിക്കണം സംസാരിക്കേണ്ടത്. ഓക്കെ, ദെൻ മേക്ക് ദം വെൽക്കം. പേഷ്യന്റിനെ വെൽക്കം ചെയ്യുന്ന വ്യക്തിയായിരിക്കണം. ഇനി ഡോൺസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ പറയുന്നത് ഡിസ്ട്രാക്ട് ആണ്. അതായത് പേഷ്യന്റിനെ ഒരിക്കലും ശ്രദ്ധിക്കാതിരിക്കാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ, അവരിൽ തന്നെ അറ്റൻഷൻ കൊടുക്കണം. ഓക്കെ, രണ്ടാമത്തത് ഷൗട്ട് ഓർ വിസ്പർ. അതായത് പേഷ്യൻസ് വരുമ്പോൾ അവരെന്ത് ചെയ്യരുത്, ഷൗട്ട് ചെയ്യരുത്, അല്ലെങ്കിൽ അതായത് മന്ത്രിക്കുക, പെറുപെറുക്കുക എന്നുള്ളതാണ് എന്ത് ഷൗട്ട് ഓർ വിസ്പറിന്റെ അർത്ഥമായിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, ചില പേഷ്യൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ റിസപ്ഷനിസ്റ്റ് കാണിക്കുന്നത് കാണാം, തനിയെ തന്നെ എന്താണ് ഇങ്ങനെ പെറുപെറുക്കുന്നതൊക്കെ കാണാം. അതൊന്നും പാടുള്ളതല്ല. ദെൻ തേർഡ് പോയിന്റ്, ഹോൾഡ് ഫോർ ടു ലോങ്. പേഷ്യന്റിനെ അധിക സമയം വെയിറ്റ് ചെയ്യിപ്പിക്കരുത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഡൂസിലും ഡോൺസിലും വരുന്നത്. അതിനകത്ത്
ഈ ഒരു ടേബിൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, ദെൻ സ്കിൽസ് എന്ന് ക്വസ്റ്റ്യൻ വരാം. ട്രാൻസ്ഫർ കോൾസ് എന്താണെന്ന് ചോദിക്കാം. കളക്ട് കോപ്പീസ് എന്താണെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ ഡീൽ വിത്ത് ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് പോസ്റ്റ് എന്താണെന്ന് ചോദിക്കാം. ദെൻ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിന്റെ ടൈമിംഗ് എപ്പോഴാണെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ മെയിൻ ഗോള് ചോദിക്കാം. ദെൻ കസ്റ്റമർ ലീവ് ചെയ്യുന്നതിന് കൂടുതൽ ഏറ്റവും വലിയ കാരണം എന്താണെന്ന് ചോദിക്കാം. 68% ലീവ് ബിക്കോസ് ഓഫ് റൂഡ് ഓർ ഡിസ്കോർട്ടിയസ് സർവീസ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഞാൻ പറയുന്നത്. ദെൻ CRM സോഫ്റ്റ്വെയറിനെ കുറിച്ച് ചോദിക്കാം. അതിന്റെ പിക്ചർ തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറയാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കേട്ടോ. ഡൂസും ഡോൺസ് ഒക്കെ ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഡൂസ് ഡോൺസ് ക്ലിയർ ആയോ? അപ്പൊ ഞാൻ മൈക്ക് ഓൺ ചെയ്യുവാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. വൈകി കയറി വന്നവർ എത്രയൊന്ന് റെക്കോർഡ് ക്ലാസ് ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. കൂടുതൽ പോയിന്റ്സ് പറയാനുണ്ട്, അതുകൊണ്ടാണ്. എന്തെങ്കിലും ഒരു പോയിന്റ് ക്ലിയർ ആയില്ലെങ്കിൽ അതിപ്പോ ചോദിക്കാവുന്നതാണ്. മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ മിസ്സേ, ആ, കംപ്ലീറ്റ് അതർ ക്ലറിക്കൽ ഡ്യൂട്ടീസ് ആർ അസൈൻഡ് എന്താ ഉദ്ദേശിക്കുന്നത്? മെയിൻ ജോബ് ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റീസിൽ ആ, അതായത് മറ്റ് ക്ലറിക്കൽ ഡ്യൂട്ടീസ് എന്തെങ്കിലും അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആകാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ ഒരു ജോലി തന്നെ ആയിരിക്കണം എന്നില്ല അവർക്ക് കൊടുക്കുന്നത്. പല ജോലികളും റിസപ്ഷനിസ്റ്റിന് കൊടുക്കാം. അതുകൊണ്ടാണ് മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നവര്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ജോലികൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അതിന്റെ താഴത്തെ പോയിന്റും കൂടി ഒന്ന് പറയാം. അതിന്റെ തൊട്ട് താഴെ മെയിൻറ്റെയിൻ സ്റ്റോക്ക് ഓഫ് ഫോംസ് ആൻഡ്, അതായത് ഫോമുകൾ, സ്റ്റോക്ക് ഫോമുകൾ മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ മെഡിക്കൽ ഓഫീസ് ഉപകരണങ്ങൾ, അതിന്റെ സ്റ്റോക്കുകളൊക്കെ ചെക്ക് ചെയ്യുക. പിന്നെ അവിടെ വരുന്ന ചരക്കുകൾ, ഇൻവെന്ററി നീഡ്സ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള സാധനങ്ങളാണ് കേട്ടോ. ചരക്കുകളൊക്കെ ചെക്ക് ചെയ്യുക. അതൊക്കെ ഓരോ സ്ഥാനങ്ങൾ, ഇപ്പൊ മെഡിക്കൽ ഓഫീസ് ഉപകരണങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പോ എന്താ പറയാ, ഓരോരോ സാധനങ്ങൾ ഉണ്ടാവില്ല ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന ഫ്രണ്ട് ഓഫീസിൽ. അവിടെയുള്ള സാധനങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ പ്ലേസിൽ തന്നെയാണോ, അതായത് അതിന്റെ സ്ഥാനത്ത് തന്നെയാണോ ഇരിക്കുന്നതെന്ന് ചെക്ക് ചെയ്യുക. മോണിറ്റർ ചെയ്യുക, പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊക്കെ മോണിറ്റർ ചെയ്യുക. അതാണ് കേട്ടോ. ക്ലിയർ ആയോ ഉമൈബ? ക്ലിയർ ആയി. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, നന്നായിട്ട് വായിക്കാം കേട്ടോ. നന്നായിട്ട് വായിക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതിന് കൂടുതൽ പ്രാധാന്യം നൽകി പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അടുത്ത ക്ലാസ്സിലെ പുതിയ ചാപ്റ്റർ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you, ma'am.